നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. 2025 ജൂൺ മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹസ്ഥിതികളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ചുള്ളൊരു സമഗ്ര റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ വിശകലനം ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകൾ, പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം, പ്രണയം, വിദ്യാഭ്യാസം എന്നിവയിലെ സാധ്യതകൾ, ഓരോ മാസത്തിലെയും പ്രധാന ഘട്ടങ്ങളിലെ ഫലങ്ങൾ, ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. കാർത്തിക നക്ഷത്രം ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതാണ്. ഇതിനെ കൃത്തിക നക്ഷത്രമെന്നും അറിയപ്പെടുന്നു. ഈ നക്ഷത്രം മേടൻ രാശിയിലെ 26°40' മുതൽ ഇടവൻ രാശിയിലെ 10° വരെ വ്യാപിച്ചു കിടക്കുന്നു. ഈ രാശി വ്യാപ്തി കാർത്തിക നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു സ്വഭാവം നൽകുന്നു. മേടൻ രാശിയുടെ തീവ്രവും സാഹസികവും മുൻകൈയെടുക്കുന്നതുമായ ഊർജവും ഇടവൻ രാശിയുടെ സ്ഥിരതയും മൂല്യബോധവും ചേർന്ന ഒരു സംയോജനമാണ് ഇവരിൽ കാണുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ചിഹ്നം മൂർച്ചയുള്ള ആയുധങ്ങളായ കത്തി അല്ലെങ്കിൽ കുന്തം എന്നിവയാണ്. ഇത് നക്ഷത്രത്തിൻ്റെ മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ തുളച്ചു കയറുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഈ ചിഹ്നം തടസ്സങ്ങളെ മുറിച്ചു മാറ്റാനുള്ള അവരുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇത് നിർമ്മാണപരമായ കാര്യങ്ങളിൽ പ്രയോജനകരമാണ്. എന്നാൽ ഈ മൂർച്ച അമിതമായ കോപത്തിലേക്കോ അല്ലെങ്കിൽ പിടിവാശിയിലേക്കോ നയിച്ചേക്കാം. ഇത് ചിലപ്പോൾ വിനാശകരമായ ഫലങ്ങളുണ്ടാക്കും. അതിനാൽ ഈ ദ്വന്ദ്വ സ്വഭാവം അവരുടെ പ്രവർത്തനങ്ങളെ ശക്തവും ഫലപ്രദമാക്കുന്നുണ്ടെങ്കിലും ശരിയായ സന്തുലിതാവസ്ഥ ഇല്ലെങ്കിൽ എടുത്തുചാട്ടത്തിനും അല്ലെങ്കിൽ പിടിവാശിക്കും സാധ്യതയുണ്ട്. അവരുടെ അഗ്നി സ്വഭാവം ശരിയായ രീതിയിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. സൂര്യനാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ. സൂര്യൻ ഊർജ്ജസ്വലത, ആത്മപ്രശംസനം, നേതൃത്വം, ആധിപത്യം, അഹംഭാവം, സർഗാത്മകത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ്റെ സ്വാധീനം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ വ്യക്തിത്വം, അഭിലാഷം, വിജയിക്കാനുള്ള തീവ്രമായ ആഗ്രഹം എന്നിവ നൽകുന്നു. അഗ്നിദേവനാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവത. അഗ്നി ശുദ്ധീകരണം, ജ്ഞാനം, പരിവർത്തന ശക്തി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. കാർത്തികയെ അഗ്നി നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അധിപഗ്രഹമായ സൂര്യനും അതിദേവതയായ അഗ്നിയും തീവ്രമായ ഊർജത്തെയും ശുദ്ധീകരണത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇത് പരിപ്രവർത്തനങ്ങളിലുള്ള ശക്തമായ ആന്തരിക പ്രേരണയും അശുദ്ധികളെ കത്തിച്ചു കളയാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. ഇത് ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ആത്മീയമായ ഉണർവും സ്വയം കണ്ടെത്തലും കൂടിയാണ്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വയം മെച്ചപ്പെടാനുള്ള സ്വാഭാവികമായ വാസനയുമുണ്ട്. വെല്ലുവിളികളെ സ്വയം പരിവർത്തനത്തിലൂടെയോ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുന്നതിലൂടെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയും. സ്ത്രീ പുരുഷ ഭേദമനുസരിച്ചുള്ള സ്വഭാവങ്ങൾ. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ ലിംഗഭേദമനുസരിച്ച് സ്വഭാവ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങൾ കാണാം. പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷത നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ധൈര്യശാലികള നേതാക്കളാണ്. അവർക്ക് ശക്തമായ മുൻകൈ എടുക്കാനുള്ള കഴിവും അഭിലാഷവുമുണ്ട്. അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും അധികാര സ്ഥാനങ്ങളിൽ സ്വയം ഉറപ്പിക്കാനും അവർക്ക് മടിയുമില്ല. സ്വാതന്ത്ര്യത്തിനും സ്വയം പര്യാപ്തതയ്ക്കും അവർ വലിയ പ്രാധാന്യം നൽകുന്നു. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും. അവർക്ക് ഉറച്ചതും നേരിട്ടതുമായ ആശയവിനിമയ ശൈലിയുണ്ട്. മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവർ ഭയപ്പെടുന്നുമില്ല. ഈ ഗുണങ്ങളോടൊപ്പം അവർക്ക് സ്നേഹിക്കുന്നവരോട് ആഴമായ പ്രതിബദ്ധതയും സംരക്ഷണ സ്വഭാവമുണ്ട്. സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ധൈര്യവും നിശ്ചയദാർഢ്യവും പ്രകടിപ്പിക്കുന്നവരാണ്. അവർ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം വഴി തിരഞ്ഞെടുക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. സ്നേഹിക്കുന്നവരോട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട് അവർക്ക് പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായ സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഭർത്താവിനെ ഒരു കുട്ടിയെപ്പോലെ പരിപാലിക്കുന്നവരാകും മിക്കവാറും. അവർക്ക് സർഗാത്മകമായ കഴിവുകളും നൂതന ആശയങ്ങളും ഉണ്ടാകും. ചിട്ടയായ ചിന്താഗതിക്കപ്പുറം ചിന്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ശക്തമായ നേതൃഗുണങ്ങൾ അവർക്കുണ്ട്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. സ്വാഭാവികമായ ആകർഷണീയതയും ആത്മവിശ്വാസവും അവർക്കുണ്ട്. അവർക്ക് വൈകാരികമായ സങ്കീർണതയും സംവേദനക്ഷമതയും ഉണ്ട്. അവർക്ക് ആന്തരികമായ ശക്തി ഉണ്ടെങ്കിലും ചിലർ ഇതിനെ അഹങ്കാരമായി തെറ്റിദ്ധരിച്ചേക്കാം. ഇതവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സ്ത്രീകൾക്ക് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നയതന്ത്രപരമായ സമീപനം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരുടെ ശക്തമായ ഇച്ഛാശക്തി അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടാം. ഈ പരിപാലന സ്വഭാവം നല്ലതാണെങ്കിലും പങ്കാളിയുടെ സ്വയം ഭരണത്തെ മാനിച്ചില്ലെങ്കിൽ അത് അമിതമായ അധികാരം പ്രകടിപ്പിക്കാനോ നിയന്ത്രിക്കുന്നതിനോ ഇടയാകും. ഇത് ദാമ്പത്യത്തിൽ സംഘർഷങ്ങൾക്ക് ചിലപ്പോൾ വഴിവെച്ചേക്കാം.
കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഗുണങ്ങളും ദോഷങ്ങളും നോക്കുമ്പോൾ ധൈര്യശാലികളായിരിക്കും, നിശ്ചയദാർഢ്യമുള്ളവർ, മൂർച്ചയുള്ള ബുദ്ധിയുള്ളവർ, പ്രതിരോധശേഷിയുള്ളവർ, പുതിയ കാര്യങ്ങൾ താങ്ങാൻ താല്പര്യമുള്ളവർ, ശക്തമായ വ്യക്തിത്വം, അഭിലാഷം, വിജയിക്കാനുള്ള കഴിവ്, സർഗാത്മകത, നൂതനത്വം, ആത്മപ്രകാശനം, നേതൃഗുണങ്ങൾ, ആകർഷണീയമായ സാന്നിധ്യം, പ്രചോദിപ്പിക്കുന്നവർ, പരിപാലിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, സംരക്ഷിക്കുന്നവർ, ശക്തമായ ലക്ഷ്യബോധമുള്ളവർ എന്നിവയെല്ലാം കാർത്തിക നക്ഷത്രക്കാരുടെ പ്രധാന ഗുണങ്ങളാണ്. ദോഷങ്ങൾ എടുത്തുചാട്ട സ്വഭാവം, പിടിവാശി, ആക്രമണോത്സുകത, പ്രത്യേകിച്ച് വെല്ലുവിളിക്കപ്പെടുമ്പോൾ അമിതമായ അധികാരം പ്രകടിപ്പിക്കൽ, അസഹിഷ്ണുത, ക്ഷമയില്ലായ്മ, അശ്രദ്ധ, അമിതമായ വിമർശിക്കൽ, കലഹിക്കുന്ന സ്വഭാവം, വൈകാരിക സങ്കീർണത, ഒരു ജോലിയിൽ കൂടുതൽ കാലം തുടരാനുള്ള ബുദ്ധിമുട്ട് എന്നിവ പ്രധാന ദോഷങ്ങളായി കണക്കാക്കപ്പെടുന്നു. കാർത്തിക നക്ഷത്രക്കാർ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്. അവർക്ക് നേരിട്ടുള്ളതും ചിലപ്പോൾ പരുഷമായതുമായ സംസാര രീതിയുണ്ട്. ഇത് കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ സംഘർഷങ്ങൾക്ക് കാരണമാകാനും ഇടയുണ്ട്. അവരുടെ ശക്തമായ ഇച്ഛാശക്തി മറ്റു കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതിൽ തടസ്സവും ഉണ്ടാക്കാം. അവർക്ക് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ആശയവിനിമയം, ക്ഷമ, വിട്ടുവീഴ്ച എന്നിവയിൽ ബോധപൂർവമായ ശ്രമവും ആവശ്യമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകിയിരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ 15 വരെയുള്ള സമയം. തൊഴിലിൽ മെയ് മാസം വരെ തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കഠിനാധ്വാനം അനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വരികയോ പ്രമോഷനുകൾക്ക് കാലതാമസം നേരിടുകയോ ചെയ്തിരിക്കാം. എന്നാൽ മെയ് മുതൽ സാഹചര്യം മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ജൂൺ ആദ്യ പകുതിയിൽ കരിയർ ലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നല്ല സമയമാണ്. പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സാമ്പത്തികം നോക്കുമ്പോൾ മെയ് മാസം വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ലോണുകൾ എടുക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ജൂൺ ആദ്യ പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പ സമ്മർദ്ദം അനുഭവപ്പെടാം. വലിയ മുതൽ മുടക്കുകൾക്ക് ഈ സമയത്ത് മുതിരുന്നത് വിവേകമായിരിക്കുകയില്ല. എന്നിരുന്നാലും മാസത്തിൻ്റെ മധ്യത്തോടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സമ്പാദ്യം വർദ്ധിക്കാനുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുമുണ്ട്. ആരോഗ്യം നോക്കുമ്പോൾ മാർച്ച് മാസം വരെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ ആവശ്യമായിരുന്നു. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാൽ ജൂൺ മാസത്തിൻ്റെ മധ്യത്തോടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കാണാനാകും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുന്നത് പിന്നീട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുടുംബവും പ്രണയ പശ്ചാത്തലവും നോക്കുമ്പോൾ ഏപ്രിൽ മാസം വരെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധങ്ങൾ ചില പിരിമുറുക്കങ്ങൾ നേരിട്ടിരിക്കാം. ദാമ്പത്യത്തിൽ പ്രണയം വർദ്ധിക്കുകയും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാനും അത് വിവാഹത്തിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ സ്വാർത്ഥത ഒഴിവാക്കാനും പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. വിദ്യാഭ്യാസ കാര്യം നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ മാസം നല്ല സമയമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗവേഷണം, ഉന്നത വിദ്യാഭ്യാസം, മത്സര പരീക്ഷകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് മികച്ച സമയമാണ്. അധ്യാപകരിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ഉപദേശം തേടുന്നത് ഈ കാലയളവിൽ സഹായകമാവുകയും ചെയ്യും. പ്രധാനമായി പറയാവുന്ന കാര്യങ്ങൾ: എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക, ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക, ആരോഗ്യത്തിൽ നിരന്തരമായ ശ്രദ്ധയും ചെലുത്തുക. മാസത്തിൻ്റെ രണ്ടാം പകുതി ജൂൺ 16 മുതൽ 30 വരെ. തൊഴിൽ മേഖലയിൽ കരിയറിൽ പുരോഗതി തുടരും. വിദേശത്ത് നിന്നുള്ള ജോലികൾക്ക് അവസരം ലഭിക്കാനിടയുണ്ട്. ചിലപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ജോലികൾ ലഭിക്കാനും അത് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തുടരണം. മാസത്തിൻ്റെ മധ്യത്തോടെ ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. സമ്പാദ്യം വർദ്ധിക്കുകയും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഹരികളിൽ നിക്ഷേപിക്കാനും പദ്ധതിയിടും. സാമ്പത്തിക കാര്യങ്ങൾ ശരിയായ ആസൂത്രണം ചെയ്യുന്നത് ധനനഷ്ടം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ആരോഗ്യം: ഈ കാലയളവിൽ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. അച്ചടക്കമുള്ള ജീവിതശൈലി പിന്തുടരുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ഗുണകരമാകും. പുതിയ വ്യായാമ മുറകളോ യോഗ, സൂംബ, എയറോബിക്സ് എന്നിവ പോലുള്ളവ ആരംഭിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. കുടുംബ പ്രണയ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബത്തിലെ പിരിമുറുക്കങ്ങൾ കുറയുകയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പങ്കാളിയുമായുള്ള ചെറിയ യാത്രകൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി, പ്രത്യേകിച്ച് പങ്കാളിയുടെ കുടുംബവുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും കഠിനാധ്വാനവും വിദ്യാഭ്യാസത്തിൽ തുടരുന്നത് നല്ല ഫലം നൽകും. വിദേശ പഠനത്തിലുള്ള സാധ്യത ഈ കാലയളവിൽ വർദ്ധിക്കും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മികച്ച വിജയം നേടാൻ നിങ്ങളെ സഹായിക്കും.
ദോഷപരിഹാരങ്ങളായി കാണുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസത്തിലെ ദോഷപരിഹാരങ്ങൾ. അധിപഗ്രഹമായ സൂര്യനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സൂര്യ നമസ്കാരം പതിവാക്കുക, സൂര്യമന്ത്രങ്ങൾ ജപിക്കുക. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നേതൃത്വ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. അതിദേവതയായ അഗ്നിദേവനെ ആരാധിക്കേണ്ടത്. അഗ്നിഹോമം, അഗ്നിപൂജ, അഗ്നിശുദ്ധീകരണ കർമ്മങ്ങൾ എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. ഇത് ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ആയുധ ചിഹ്നമായി ബന്ധപ്പെടുന്ന പരിഹാരം: ഒരു ചെറിയ കത്തി അല്ലെങ്കിൽ ബ്ലേഡ് എപ്പോഴും കൂടെ സൂക്ഷിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ഗുണപരമായ ഊർജ്ജത്തെ ആകർഷിക്കാൻ സഹായിക്കും. ദശാപഹാര കാലങ്ങളിലെ ശ്രദ്ധ: ചന്ദ്രൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ദശാപഹാര കാലങ്ങളിൽ പ്രത്യേകിച്ച് ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. ദേവീ ഭജനം: മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നിവരെ ഭജിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിന് സഹായിക്കും. ലക്ഷ്മി ഹോമം, ശുക്രശാന്തി ഹോമം എന്നിവയും നടത്താവുന്നതാണ്. അനുജന്മ നക്ഷത്രങ്ങളായ പൂരം, പൂരാടം എന്നിവയിലും ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരവുമാണ്. വജ്രം ധരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ശുഭമാണ്. എന്നിരുന്നാലും ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടിയ ശേഷം മാത്രം രത്നങ്ങൾ കണ്ടെത്തി ധരിക്കുക. വെളുപ്പ്, ചന്ദനം എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് ഊർജ്ജം നൽകുകയും ചെയ്യും. ചൊവ്വ ദുർബലനായിരുന്നാൽ ഉണ്ടാകുന്ന അമർഷം, ശകാരം, കലഹിക്കാനുള്ള പ്രവണത എന്നിവ നിയന്ത്രിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. ബന്ധുക്കളുമായി അടുത്ത് ഇടപഴകാനും ദാമ്പത്യത്തിലെ സ്വാർത്ഥത ഒഴിവാക്കി പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അമിതമായ സുഖഭോഗ താല്പര്യങ്ങളും ദുരഭിമാനവും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ചൊവ്വാഴ്ചകളിൽ മുരുകഭജനം നടത്തുന്നത് ഗുണകരമാണ്. ഗണപതി പ്രീതി നടത്തുന്നത് അത്യുത്തമവുമാണ്. ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മയ്ക്ക് യഥാശക്തി വഴിപാട് നൽകുക. വിവാഹ കാര്യത്തിലുള്ള ശ്രദ്ധ: ദാരിദ്ര്യമുണ്ടാക്കുന്ന ഘടീവേദ ദോഷമുള്ളതിനാൽ അനിഴ നക്ഷത്രക്കാരുമായി വിവാഹം നടത്തുന്നത് ഒഴിവാക്കുക. ശുക്രൻ്റെ ദോഷപരിഹാരങ്ങൾ: വെള്ളി ആഭരണങ്ങൾ ധരിക്കുക, ആവശ്യമുള്ളവർക്ക് പാലും അരിയും നൽകുക, മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുക, കർപ്പൂര ദീപം കൊളുത്തുക, നദിയിൽ വെളുത്ത പൂക്കൾ ഒഴുക്കുക, ശുക്രനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുക. ശനിയുടെ ദോഷപരിഹാരങ്ങൾക്കായി ശനി സംക്രമണ കാലത്ത് ക്ഷമ പാലിക്കുക, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക, വ്യക്തമായ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക. ശനിയാഴ്ചകളിൽ കറുത്ത ഉഴുന്ന്, പരിപ്പ് എന്നിവ ദാനം ചെയ്യുക. സൂര്യൻ്റെ ദോഷപരിഹാരം: സ്വന്തം സ്ഥലം വൃത്തിയാക്കുന്നത് സൂര്യൻ്റെ അനുകൂല ഊർജ്ജം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2025 ജൂൺ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളും അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില സമ്മർദ്ദങ്ങളും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായി വന്നേക്കും, പ്രത്യേകിച്ച് തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ. എന്നിരുന്നാലും മാസത്തിൻ്റെ മധ്യത്തോടെ ഗ്രഹങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം കാര്യങ്ങളിൽ പുരോഗതി കൊണ്ടുവരും. കാർത്തിക നക്ഷത്രക്കാരുടെ സഹജമായ ധൈര്യവും നിശ്ചയദാർഢ്യവും ഈ മാസത്തിലെ വെല്ലുവിളിയെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. എന്നിരുന്നാലും എടുത്തുചാട്ട സ്വഭാവവും അമിതമായ ആത്മവിശ്വാസവും നിയന്ത്രിക്കേണ്ട അത്യാവശ്യമാണ്. ബന്ധങ്ങളിൽ ക്ഷമയും വിട്ടുവീഴ്ചയും പുലർത്തുന്നത് കുടുംബത്തിൽ പ്രണയത്തിലും ഐക്യം നിലനിർത്താൻ സഹായിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അച്ചടക്കമുള്ള ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തിൽ ഉടനീളം ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാരങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നതും പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും ശുഭകരമായ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാനും കാർത്തിക നക്ഷത്രക്കാരെ സഹായിക്കും. ഈ മാസം പുതിയ തുടക്കങ്ങൾക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ബോധപൂർവമായ ശ്രമങ്ങളിലൂടെയും ആത്മീയമായ സമീപനത്തിലൂടെയും ജൂൺ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് ഫലപ്രദവും സംതൃപ്തിദായകവുമാക്കാൻ സാധിക്കുകയും ചെയ്യും.